السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: ثلاث لا يغل عليهن قلب امرئ مسلم: الإخلاص لله، والنصح لكل مسلم، ولزوم جماعتهم فإن دعوتهم تحيط من ورائهم. صدق رسول الله صلى الله عليه وسلم. أرى كل مدح في النبي مقصرا، ولو صيغ فيه كل عقد مجوهرا. إذا الله أثنى بالذي هو أهله عليه فما مقدار ما يمدح الورى. ഏറ്റവും ആദരണീയരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യരായ സയ്യിദ് മുബശ്ശിർ തങ്ങൾ അവർകൾ, യോഗം ഉദ്ഘാടനം ചെയ്ത സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ തങ്ങൾ അവർകൾ, ഇവിടെ പ്രഭാഷണം നടത്താനിരിക്കുന്ന ബഹുവന്യരായ AV ഉസ്താദ്, ഉമർ ഫൈസി, ഒളവണ്ണ ഉസ്താദ് അടക്കമുള്ള, സത്താർ പന്തല്ലൂർ അടക്കമുള്ള, സ്വാഗതം പറഞ്ഞ നമ്മുടെ റാഷിദ് കാക്കുനി അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ, നേതാക്കളെ, സയ്യിദന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് ആദർശം അമാനത്താണ് എന്ന വിഷയത്തിൽ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും SKSSFൻ്റെ സമ്മേളനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയും അതിൻ്റെ കോഴിക്കോട് ജില്ലയിലെ നടത്തപ്പെടുകയും ചെയ്യുകയാണ്. ആ വലിയ അമാനത്തിനെ കാത്തു സൂക്ഷിക്കുവാനും അതിന് അടുത്ത തലമുറക്ക് യാതൊരു കേടും തട്ടാതെ പകർന്നു കൊടുക്കുവാനും അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനികളെ, എന്താണ് ഈ അമാനത്ത്, എന്താണ് ഈ ആദർശം എന്ന് നാം വിലയിരുത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദ്, ആ രണ്ട് കലിമത്തു തൗഹീദിന്റെ ആശയങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ആദർശം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയെയും മുഹമ്മദുർ റസൂലുള്ളാഹയെയും അതിൻ്റെതായ അടിസ്ഥാന രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രഖ്യാപിക്കാത്ത കാലത്തോളം അവനിൽ ഈ ആദർശമുണ്ടാവുകയില്ല, അവന് ഈ പേര് നൽകപ്പെടുകയും ഇല്ല. അതുകൊണ്ട് തന്നെ തൗഹീദിനെ സംബന്ധിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ. തൗഹീദിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആ തൗഹീദ് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും അവരെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് അതിനുശേഷം തൗഹീദ് പറയുമ്പോഴാണ് അത് യഥാർത്ഥ അർത്ഥത്തിലുള്ള തൗഹീദാകുന്നത് എന്ന് തൗഹീദിനെ പഠിപ്പിക്കാനായി ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിന്റെ 1/3 പ്രഖ്യാപിച്ചിട്ടുള്ള സൂറത്തുൽ ഇഖ്ലാസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അഹദ് പറയുന്നതിന്റെ മുമ്പ് ഇതാരാണ് പറഞ്ഞതെന്നറിഞ്ഞിരിക്കണം. ഖുൽ, നബിയെ തങ്ങൾ പറയുക,
ആരാണിത് പറഞ്ഞിട്ടുള്ളത്? ആരാണിത് പഠിപ്പിച്ചിട്ടുള്ളത്? ഇത് ആരുടെ പ്രഖ്യാപനമാണ്? അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഒരു മനുഷ്യന് തൗഹീദ് ഉൾക്കൊള്ളാൻ സാധ്യമല്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ്. ആ കുല്ല് വെട്ടിമാറ്റാൻ ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ ഖുൽ എന്നതിനെ നിലനിർത്തുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിലും ഖുൽ ഹുവല്ലാഹു അഹദിലും തൗഹീദിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയുന്ന മറ്റ് ആയത്തുകൾ ഏതാണ്? ഇത്ര കൃത്യമായി പറയുന്ന, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ തഅരീഫ് വിവരിക്കുന്ന ഈ മഹത്തായ സൂറത്തുകളൊക്കെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ സുലുസാണെന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസും അങ്ങനെ തന്നെ പറയുകയാണ്. ആ കുല്ല് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഹിറയിൽ നിന്ന് വന്നു, എനിക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് ആയത്തിറങ്ങിയിട്ടുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ, അത് വിശ്വസിച്ചിട്ട് അത് ഖുർആനാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ആദ്യം ഇത് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ സത്യസന്ധതയെയും അവരുടെ മഹത്വത്തെയും അവരുടെ ഇൽമിനെയും അവരുടെ യോഗ്യതയും അവരുടെ ഫളലിനെയും കൃത്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നവർക്കല്ലാതെ ആ ഇഖ്റ ആണ് ഖുർആൻ, അതാണ് എനിക്ക് ഇറക്കപ്പെട്ട ആയത്ത് എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. നമ്മളെങ്ങനെ വിശ്വസിച്ചത്? അത് റസൂലുള്ളാഹിയാണ് പറഞ്ഞത്, ഈ റസൂലാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചു, ആർക്കും സംശയമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലിരിക്കുന്നു. മഹാനായ മലക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുന്നു. റസൂലുള്ള സഹാബത്തിനോട് പറയുന്നു, ഇപ്പോൾ ഇതാ എനിക്ക് വലിയൊരു സൂറത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ഭാഗ്യമാണ്, വലിയ മഹത്തായ സൂറത്താണ്, എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അത് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് ആര് പറഞ്ഞു? റസൂലുള്ള പറഞ്ഞു. വേറെന്താ തെളിവ്? ഒരു തെളിവുമില്ല, വേറൊരു തെളിവും ഇല്ല. അതുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ അടിത്തറ, പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അതിനർഹിക്കുന്ന വിധത്തിൽ അംഗീകരിച്ചു കൊടുക്കുകയും അതിന് കോട്ടം തട്ടുന്ന ഒന്നും തന്നെ ഇല്ലാതെ, ഒരു സംസാരം പോലും അംഗീകരിക്കാതെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഖാതിമുൻ നബിയീൻ സയ്യിദുൽ മുർസലീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി, അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിച്ചു. والذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه നബിയെ കൊണ്ട് വിശ്വസിച്ചാൽ പോരാ. والذين آمنوا به وعزروه നബിയെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം. ونصروه നബിയെയും നബിയെ ദീനിനെയും സഹായിക്കണം. واتبعوا النور الذي أنزل معه അവരോട് കൂടെ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ശരീഅത്ത്, ആ ശരീഅത്തിനെ കൃത്യമായി പിൻപറ്റുകയും ചെയ്യണം. എന്നാൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയികൾ. ഞങ്ങൾ തൗഹീദ് പറയും, റസൂലുള്ള അതിപ്പോ എന്താ, ഒരു പോസ്റ്റ്മാൻ ഒരു കത്ത് നമുക്ക് കൊണ്ടുവന്ന് പോയി കഴിഞ്ഞു. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു പറ്റില്ല. النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. فالنبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, നജാശി രാജാവ് വേദഗ്രന്ഥങ്ങൾ അറിയുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്
സംബന്ധിച്ച് ഈസ നബി എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലാക്കിയ മഹാപണ്ഡിതനായിരുന്നു. ഹബിഷ്യയുടെ രാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയ സമയത്ത് ആ നജാശി രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി ഇന്നഹുല്ലദി വല്ലാഹു ഇന്നഹു ഹുവർ റസൂലുല്ലദി ബശറ ബിഹി മൂസ വ ഈസ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സുവിശേഷം നൽകിയ ആ പ്രവാചകൻ തന്നെയാണ് ഈ പ്രവാചകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി റബ്ബിനെ തന്നെയാണ് സത്യം, ലൗ അലിംതു അന്നി അസിലു ഇലൈഹി ലൗലാ മാ അന ഫീഹി മിനൽ മുൽക്കി. ഈ രാജ്യത്ത് لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد. നജാശി രാജാവ് ഫവല്ലാഹി ലൗലാ മാ അന ഫീഹി മിനൽ മുൽക്കി, ഇന്നാട്ടിൻ്റെയും ഇന്നാട്ടിലെ ജനങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്കില്ലായിരുന്നുവെങ്കിൽ, അവരുടെ ഉത്തരവാദിത്വം ഞാൻ നോക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ നല്ല നിലയിൽ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങ് മക്കയിൽ പോയി ആ പ്രവാചകനെ കാണുമായിരുന്നു. വലൗ അതൈതുഹു, ഞാൻ ആ പ്രവാചകന്റെ തിരുസന്നിധിയിൽ എത്തിപ്പെടാൻ എനിക്ക് അവസരം സിദ്ധിച്ചിരുന്നുവെങ്കിൽ ലഖബ്ബൽതു നഅലൈഹി, ആ പ്രവാചകന്റെ ഇരു ചെരുപ്പുകൾ എടുത്തുകൊണ്ട് ഞാൻ ചുംബിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് നജാശി രാജാവാണ്. അന്ന് അദ്ദേഹം ക്രിസ്തീയ പണ്ഡിതനാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ പ്രസിഡന്റാണ്, ആ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. അത്ര വലിയ മഹാമനുഷ്യൻ അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ പറയുകയാണ്, അബൂ നുഐമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു റിവായത്തിൽ കാണാൻ, ലൗ കുന്തു ഇൻദഹു ലഹമൽതു അലൈഹി, ഞാൻ അള്ളാന്റെ റസൂലിന്റെ തിരുസന്നിധിയിലാണെങ്കിൽ ആ നബിയുടെ ചെരുപ്പും പിടിച്ച് പിന്നാലെ നടക്കുമായിരുന്നു എന്ന് പറയുന്നത് ചക്രവർത്തിമാരാണ്. കാരണം അള്ളാന്റെ റസൂലിനെ ശരിക്കും മനസ്സിലാക്കി അത് തുടങ്ങി വെച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്, അന്നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും
അള്ളാന്റെ റസൂൽ ആരാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഒരു രാജാവ് അങ്ങനെ പറയുന്നുവെങ്കിൽ അതൊക്കെ മുൻനിർത്തിയിട്ടാണ്. ഹെർക്കുലീസ് രാജാവും പറഞ്ഞില്ലേ, അള്ളാന്റെ റസൂലിന്റെ കത്ത് കിട്ടിയപ്പോൾ, ലെറ്റർ കിട്ടിയപ്പോൾ പറഞ്ഞില്ലേ, സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ, ഞാൻ ആ പ്രവാചകനെ കാണാൻ പരമാവധി ആവുന്നതൊക്കെ ചെയ്യുമായിരുന്നു, അങ്ങോട്ട് എത്തിപ്പെടുമെന്ന് അറിയുമെന്നുവെങ്കിൽ, അവിടെ എത്തിപ്പെടുകയാണെങ്കിൽ ആ പ്രവാചകന്റെ പുണ്യപാദം ഞാൻ കഴുകിക്കൊടുക്കുമായിരുന്നു എന്നാണ് അള്ളാന്റെ റസൂലിനെ മനസ്സിലാക്കിയ ഒരു അമുസ്ലിം പോലും പറഞ്ഞത്. അവര് പഠിച്ചത് ഖുർആനിൽ നിന്നല്ല, അള്ളാന്റെ റസൂലിന്റെ സീറയിൽ നിന്നല്ല, അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ടിട്ടില്ല, മുൻവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്കൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹ്. ആ നബിയെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ നബിയുടെ ശരീഅത്ത് പിൻപറ്റി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വഅസ്സറൂഹു അള്ളമൂഹു. ആ റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിക്ക് അച്ചടക്കമില്ലാതെ, അദബില്ലാതെ മുണ്ടിപ്പോവാൻ പാടില്ല. ഏറ്റവും ആദരവോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കണം, അവരെ പറ്റി സംസാരിക്കണം എന്നല്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ. ആ പ്രവാചക തിരുമേനിയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കുക പോലും ചെയ്യരുതെന്ന് പഠിപ്പിക്കാൻ അല്ലാഹു എത്ര ആയത്തുകൾ ഇറക്കി. അങ്ങനെ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ എന്താ കുഴപ്പം? അൻതഹബത അഅമാലുക്കും. നിങ്ങളുടെ നിസ്കാരം കൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ നോമ്പ് കൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ ഹജ്ജ് കൊണ്ട് കാര്യമില്ല, എന്നല്ല നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടും കാര്യമില്ല. അൻതഹബത അഅമാലുക്കും, നിങ്ങളുടെ അമലൊക്കെ പൊളിഞ്ഞു പോകും. ആദ്യം പഠിക്കേണ്ടത് അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് എങ്ങനെ പറയണമെന്നാണ്. അത് പഠിപ്പിച്ചു തരാനാണ് ഈ സമ്മേളനം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂൽ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തിലല്ലേ, ആദ്യമായി ഇറങ്ങിയ സൂറത്തിന്റെ ഒരു ഭാഗമല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അറഅയ്തല്ലദീ യൻഹാ. കണ്ടില്ലേ ഒരുത്തൻ, അയാൾ തടയുന്നു, അബ്ദൻ ഇദാ സല്ല, ഒരു അബ്ദ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അയാളെ തടയുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിച്ചത്. ഒരാളെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരാൾ കൊണ്ട് ഉദ്ദേശിച്ചത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ നിന്നപ്പോൾ അതിനെ തടയാൻ വന്ന അബൂജഹലിന്റെ ആ ദുഷിച്ച ചെയ്തിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചോ പരിശുദ്ധ ഖുർആനിന്റെ ശൈലി? അറഅയ്തല്ലദീ, ഒരുത്തൻ എന്ന് പറഞ്ഞത് അബൂജഹലാണ്. ആ ഒരുത്തൻ എന്ന ആ അബൂജഹലിനെ സംബന്ധിച്ച് പ്രയോഗിച്ചത് അല്ലദീ എന്ന മൗസൂലയാണ്, മഅരിഫയാണ്. എന്നാൽ ലോകം മുഴുവനും അറിയുന്ന ആലമുൽ മുൽക്കിലും മലക്കൂത്തിന്റെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അബ്ദൻ എന്നിനെ കിറയാക്കിയിട്ടാണ് പറയുന്നത്. അബ്ദൻ, ഒരു അടിമ എന്നേ പറഞ്ഞുള്ളൂ. എന്താണ് കാരണം? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ലിഅന്നഹു അബ്ദുൻ ലാ യഅരിഫു കുൻഹ ഹഖീഖത്തി ഉബൂദിയ്യതിഹി ഇല്ലല്ലാഹു ജല്ല ഫീ ഉലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉബൂദിയ്യത്തിന്റെ കമാല്, അവരുടെ മഹത്വം യഥാർത്ഥത്തിൽ അല്ലാഹുവിനല്ലാതെ അറിയില്ല. അത്രമേൽ നിക്കിറയായി എന്നും നിലനിൽക്കുന്ന അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ് എന്ന് പഠിപ്പിക്കാൻ കൂടിയാണ് അത് പറഞ്ഞത്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വിശാലമായി. فكيف يدرك في الدنيا حقيقته قوم يأنيام تسلوا عنه بالحلم. മഹാന്മാര് പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ അബ്ദൻ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പെടുന്നതാണ്. ആ നിലക്കുള്ള അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ആദരവോടുകൂടെയും വളരെ അദബോടുകൂടെയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ചുള്ള ആദരവും ബഹുമാനവും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നൽകുകയും ചെയ്യുന്ന ആളുകൾ, അതാണ് അസ്സറൂഹു എന്ന് പറഞ്ഞത്. ഐ അവ്വമൂഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തഅക്കീദ് വസലിന്റെ ലമീർ ഉലൈക എന്ന ഇഷാറത്തിന്റെ ഇസ്മിനെ ആവർത്തിച്ചു. അൽ മുഫ്ലിഹൂൻ അലിഫ് ലാമോട് കൂടെ പറഞ്ഞു. ഒരുപാട് ഹസറുകൾ. അവർ മാത്രമാണ് വിജയികൾ, അല്ലാത്തവർക്ക് ഫലാഹില്ല എന്ന്. അതുകൊണ്ട് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തെ എങ്ങനെയാണ് കണ്ടത്? ഈ ലോകത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കാൻ വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാനായ ഒരു കുട്ടിയുടെ പേരാണ്, റസൂലുള്ളാഹിയുടെ കാലത്ത് കുട്ടിയായിരുന്ന ഒരു സഹാബിയുടെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ജീവിതം പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ വീട്ടിൽ പോയി ഉറങ്ങാൻ കിടന്ന സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ബുഖാരിയിൽ കാണാം. അതിന്റെ മറ്റ് ചില റിപ്പോർട്ടുകൾ ഹാക്കിമും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റു. റസൂലുള്ളാഹിക്ക് വേണ്ടി ഒളുർക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തു, മിസ്വാക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നപ്പോ മൂപ്പരും പോയി പിന്നിൽ നിന്നു ജമാഅത്തായിട്ട് തഹജ്ജുദില്. അപ്പൊ റസൂലുള്ള അങ്ങോട്ട് അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. മൂപ്പര് മടിച്ചു. തൊട്ടടുത്ത് ഒരു മാമൂമാകുമ്പോ തൊട്ടടുത്ത് വന്ന് നിൽക്കണല്ലോ, ഇവിടെ അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞു, മടിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അബ്ദുല്ലാ, നിന്നോട് എൻ്റെ ഇസായിൽ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ അനുസരിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ന ചോദ്യത്തിന് ആ ചെറിയ മോൻ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ടുന്ന ഒരു മറുപടിയാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അൻത അജല്ലു ഫീ ഐനി വഅസ്സു മിൻ അൻ ഉവാസിയക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലല്ലേ, അങ്ങേക്ക് ഒപ്പം വന്ന് നിൽക്കുന്നത് അദബ് കേടല്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്ന് നിൽക്കാതിരുന്നത്. അങ്ങയുടെ ഒപ്പം വന്ന് നിൽക്കാൻ ഞാൻ ആരാണ്? അതുകൊണ്ട് എന്റെ കാൽ അനുവദിക്കാത്തത് കൊണ്ടാണ്. അൻത അജല്ലു ഫീ ഐനി, അങ്ങ് എന്റെ ദൃഷ്ടിയിൽ, എന്റെ കാഴ്ചപ്പാടിൽ എത്രയോ വലിയ മഹാനാണ്. അങ്ങേക്കൊപ്പം വന്ന് നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഞാൻ അവിടെ വന്ന് നിൽക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് വീണ്ടും ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ആതിഹിൽ ഹിക്മത വഅല്ലിഹു തഅ്വീൽ. ഈ കുട്ടി അച്ചടക്കമുള്ള കുട്ടിയാണ്, ഈ കുട്ടി ഭാവിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഈ മോൻക്ക് പടച്ചവനെ തഅ്വീൽ പഠിപ്പിച്ചു കൊടുക്കണം, തത്വജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം. തത്വജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തു. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായി പിന്നീട് മഹാനവറുകൾ വളർന്നു, റഈസുൽ മുഫസ്സിരീനായി. ഇവിടെ ഇവർ പഠിപ്പിച്ചൊരു മാതൃക ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ എങ്ങനെ ചെന്ന് നിൽക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന പരിശുദ്ധ ഖുർആനിന്റെ കാര്യങ്ങളെ, അവിടുത്തെ ഇർഷാദാത്തുകളെ, ഖുർആനിന്റെ ഇർഷാദാത്തുകളെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് കാണിച്ചു തന്നു. ഇങ്ങനെയായിരുന്നു മഹാന്മാരായ സഹാബത്ത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നമ്മളെക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ചില ആളുകൾ പറയാ, അപ്പൊ അതുകൊണ്ട് മറ്റേതിനെ വ്യാഖ്യാനിക്കാൻ വരിക. എടോ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് ചരിത്രത്തിന്റെ ബാലപാഠം അറിയുന്നവർക്കറിയാം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായത് ഹിജ്റ തൂഫി അബൂബക്കർ യൗമൽ ഇസ്നൈൻ, അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയാണ് വഫാത്തായത്. സനത്ത 13 13 ഹിജ്റ 13 വഫാത്തായത്. ഹിജ്റയുടെ ഒരു വർഷം 7 മാസം മുന്നെയാണ് നിസ്കാരം വുജൂബായത്. 1 വർഷം 7 മാസം മുന്നേ
റസൂലുള്ള വഫാത്തായിട്ട് കുറച്ചുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. നിസ്കാരം വുജൂബായ അന്ന് മുതൽ അവർ നിസ്കാരം തുടങ്ങി. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി. അപ്പോൾ നിസ്കാരം കൂടിയത് കൊണ്ടല്ല അവരുടെ മഹത്വം കൂടിയത്, അവരുടെ ഈമാനിന്റെ ശക്തിയാണ്. ആ ഈമാനിന്റെ ശക്തി റസൂലുള്ളാഹിയോടുള്ള ബഹുമാനമാണ്. മഹാന്മാർ എഴുതി വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിഷേധിക്കാൻ കഴിയുമോ? ഇതിൽ യാതൊരു നഖ്സും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനില്ല. സഹാബത്ത് അങ്ങനെ തന്നെയാണ്. അവരുടെ മഹത്വം സുഹബത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ്. സഹാബത്ത് അവരെന്നാണോ മുസ്ലിമായത് അന്ന് മുതൽ ദീനീ ജീവിതം ആരംഭിക്കുന്നു. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ കൂടെ കൂടിയതിന്റെ ബറക്കത്ത്, സുഹബത്ത്, ആ സുഹബത്ത് കൊണ്ട് കിട്ടിയ മഹത്വമാണ്. അതിൽ ഏറ്റവും പ്രഗത്ഭനായ ഹിറയിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ 3 രാത്രി അല്ലെങ്കിൽ അതിലധികം പല അഭിപ്രായമുണ്ട്. ഒറ്റക്ക് കൂടിയ മഹാനായ, അത് വെറും ഒരു ഒളിച്ചു പാർക്കലായിരുന്നില്ല, അത് ബഹുമാനപ്പെട്ട റസൂലിൽ നിന്ന് ഈ ഫാള കിട്ടലായിരുന്നു. അങ്ങനൊക്കെ കിട്ടിയതിന്റെ ബറക്കത്താണത്. ഫൈള് കിട്ടലായിരുന്നു, അതും കൂടി അവിടെയുണ്ട്. ആരിഫീങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സൂഫിയാക്കൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് വെച്ചുകൊണ്ടാ ഒരാൾ പറയുന്നത്, എന്ത് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ 23 ഒരു സിലബസ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂൽ 23 വർഷം കൊണ്ട് 600 പേജാണ് പഠിച്ചത്. എന്നിട്ട് പിന്നെ ബാക്കി പറയേണ്ടതെന്നുള്ളതാ. ബാക്കി എന്താ പറയണത്? നിങ്ങൾ അതിലും കൂടുതൽ പഠിച്ചില്ലേ, എത്ര പേജ് പഠിച്ചു? എന്നിട്ട് റസൂലുള്ളാഹിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് പോകൂ, ഇദ്ഹബു ഇലാ മുഹമ്മദിൻ എന്ന് പറയുമായിരുന്നു എന്ന്. അപ്പോ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, എന്നാലും നല്ല ഫലം ഉണ്ടായിരുന്നു എന്നല്ലേ ഈ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഇതിനെ ന്യായീകരിക്കാൻ എന്നെ തെറി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീൻ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ കാണട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം കൊണ്ട് 600 പേജാണ് പഠിച്ചത് എന്ന ആദ്യത്തെ മുഖദ്ദിമ, നിങ്ങൾ പറഞ്ഞ ഖളിയയിലെ ആദ്യത്തെ മുഖദ്ദിമ തെളിയിക്കാൻ ഒരു ഇബാറത്തിന്റെ കഷ്ണം കൊണ്ടുവരാൻ കഴിയുമോ? ആ എല്ലാവരെയും ഇതിനു വേണ്ടി ന്യായീകരിക്കാൻ വരുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ കൊണ്ടുവരാം. ഇങ്ങനെ ആരെങ്കിലും ഈ ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഏതാണ് 600 പേജ്? നിങ്ങളുടെ കുട്ടികൾ പഠിച്ച ബാക്കി പേജ് ഏതാണ്? റസൂലുള്ള പഠിച്ച 600 പേജ് ഏതാണ്? നിങ്ങൾ പഠിപ്പിക്കുന്ന പേജുകൾ ഏതാണ്? അള്ളാന്റെ റസൂലിന്റെ ഇൽമുകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ തെരുവിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. പക്ഷെ നിങ്ങളാണ് അതിന് കാരണക്കാരൻ. അള്ളാന്റെ റസൂൽ അന അത്ഖാകും വഅഅലമുക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഞാനാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ അള്ളാന്റെ റസൂല് പഠിച്ച 600 പേജ് എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആനാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ഈ 600 പേജ് ഖുർആനിന് പുറമെ അതിന്റെ തഫ്സീറും പഠിച്ചു, ഹദീസും പഠിച്ചു, ഫിഖ്ഹും പഠിച്ചു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? നിങ്ങൾ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണോ? അതൊക്കെ റസൂലിന്റെ നാവിൽ നിന്ന് നിർഗളിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 600 പേജ് പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ ഒരുപാട് അവർണ്ണനീയമായ, അവാജ്യമായ, അതിരുകളില്ലാത്ത വിജ്ഞാനത്തിന്റെ മആരിഫിന്റെ ലോകമാണ് അവർക്ക് തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ആയത്തുകൾ അള്ളാന്റെ റസൂലിന്റെ ഖൽബിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് അത് വലിയ ഭാരമായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു യാത്രയിൽ റസൂലുള്ള ഞങ്ങളൊക്കെ വിശ്രമിക്കാനിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് എൻ്റെ കാലിന്റെ മുകളിലാണ്. ഇങ്ങനെ അടുത്തിരുന്നപ്പോ റസൂലുള്ളാഹിക്ക് വഹി വന്നു. അപ്പോ വല്ലാത്ത ഭാരം എൻ്റെ കാലിന് അനുഭവപ്പെട്ടു. ഹത്താ ഖശീതു അൻ യറുല്ല ഫഖിദി, എൻ്റെ കാലിന്റെ തൊട പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ കാരണം എന്നറിയോ? 600 പേജല്ല, ഒരു പേജ് ഇറങ്ങുമ്പോൾ അതിൻ്റെ നിങ്ങൾ ഈ പഠിച്ചു എന്ന് പറയുന്ന മുഴുവൻ തഫാസീറുകളും അതിൻ്റെ അപ്പുറവും ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെല്ലാം ഇൽമുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ആ സമയത്ത് അവിടെ ഖൽബിൽ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ആ ഭാരം അറിയുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. നോക്കൂ, എന്താ വിശുദ്ധ ഖുർആൻ
ഈ വിശുദ്ധ ഖുർആൻ പർവ്വതത്തിൽ അവതീർണമായിരുന്നുവെങ്കിൽ പർവ്വതം പൊടിയുമായിരുന്നു എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്തുകൊണ്ടാണത് കാരണം? ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, ഇഅ്ലം അന്നഹു ലമ്മാ വസഫൽ ഖുർആന ബിൽ ഇളം, വിശുദ്ധ ഖുർആൻ അത് മഹത്വമാണെന്ന് പറഞ്ഞപ്പോൾ, അത് പർവ്വതത്തിൽ ഇറങ്ങിയാൽ പർവ്വതം പൊടിയുമെന്ന് പറഞ്ഞപ്പോൾ, വമഅലൂമുൻ അന്ന ഇളമ സിഫതി താബിഉൻ ലിഇളമിൽ മൗസൂഫ്, മൗസൂഫിനനുസരിച്ചാണ് സിഫത്തിന്റെ ഗാംഭീര്യം. മൗസൂഫ് അല്ലാഹു ആണ്, അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഇളം, അതിന്റെ അളമത്ത് അള്ളാന്റെ അളമത്തിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ എന്ന ആയത്തിന് ശേഷം അതിന്റെ കാരണം വിവരിക്കുന്നത് പോലെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് പറഞ്ഞു. കേട്ടോ, എന്താ ഖുർആനിന്റെ മഹത്വം ഇങ്ങനെ കൂടാൻ കാരണം? അത് ആലിമുൽ ഗൈബി വശ്ശഹാദയായ റബ്ബിന്റെ കലാമാണ്. ആ ഗൈബും ഷഹാദത്തും ഒക്കെ ഇതിലുണ്ടാകും. അതൊക്കെ അള്ളാഹിന്റെ റസൂലിലേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നു എന്ന്. അതൊന്നും സ്വീകരിക്കാൻ, അതൊന്നും താങ്ങാൻ പർവ്വതത്തിന് പോലും കഴിയില്ല എന്ന്. 600 പേജ് എന്താണ് ഇപ്പൊ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങളിത് നിർത്താം. അതെന്റെ അടുത്തൊരു വീഴ്ച പറ്റി, അതാണ് മാന്യത. അത് ഞാനൊരു വീഴ്ച പറ്റി, അത് തെറ്റാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ കൃത്യമായി ഇപ്പോഴും അതിനെ ന്യായീകരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മറ്റ് പല ചെയ്തികളും വെച്ച് കൃത്യമായി പല ചെയ്തികളും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഞങ്ങൾ കൃത്യമായും സംശയിക്കുകയാണ്, നിങ്ങൾ ഹദീസിനെ തള്ളുന്ന അഹ്ലുൽ ഖുർആനിന്റെ ആശയങ്ങളെ ഒളിച്ചു കടത്തിയതാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. തുടങ്ങി വെച്ചതായിരിക്കാം. ഹദീസൊന്നുമില്ലല്ലോ, റസൂലുള്ളാഹി ഒന്നും പഠിച്ചിട്ടില്ല, അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഈ 600 പേജ് ഖുർആൻ അത് മാത്രമല്ല, അതാണ് അഹ്ലുൽ ഖുർആനിന്റെ വാദം. ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി, എന്നാ പിന്നെ എന്തു ആവാം. ഞങ്ങൾ സംശയിക്കുകയാണ്. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് സമ്മതിക്കണ്ടേ? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വിധത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ്, അതിനെ ആദ്യം പറഞ്ഞ ഈ മുഖദ്ദിമ, ശേഷം എന്ത് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഈ മുഖദ്ദിമ സത്യമാണോ? ഞാൻ പറയുന്നു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവർ നിസ്കരിച്ചതിനേക്കാൾ നിസ്കരിച്ചവരാണ് ഇന്ന് 60-50 വയസ്സായ മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് അവരുടെ ഈമാനിന്, അതുകൊണ്ടല്ല അവരുടെ ഈമാനിന്റെ വളർച്ചയുണ്ടായത്. അത് ആ ഈ ഖൽബിലുള്ള ആ തഅളീമിന്റെയും ഈമാനിന്റെയും ശക്തിയാണ് എന്നത് സത്യമാണ്. എന്നതുപോലെ റസൂലുള്ള 23 വർഷം കൊണ്ട് 600 പേജാണ് പഠിച്ചത് എന്ന് ഏത് അർത്ഥത്തിലാണ് അത് സത്യമാവുക? ഏത് അർത്ഥത്തിലാ? ഏതെങ്കിലും ഒരു വജ്ഹുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം. അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ് ലക സദ്റക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അലം നശ്റഹ് ലക സദ്റക്, ഈ പർവ്വതത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത ഈ വിശാലമായ വിജ്ഞാനങ്ങളെ മുഴുവനും ഉൾക്കൊള്ളാൻ മാത്രം അങ്ങയുടെ ഖൽബിനെ നാം വിശാലമാക്കി തന്നില്ലയോ എന്നാണ് പറയുന്നത്. എന്നാണ് അല്ലാഹു പറയുന്നത്. ലമ്മാ കാന സദ്റു മഹല്ലൻ ലിഅഹ്വാലിൻ നഫ്സി വമഖ്സിനൻ ലിസറാഇരിഹാ മിനൽ ഉലൂമി والإدراكات والملكات والإرادات وغيرها عبر بشرحه عن توسيع دائرة تصرفاتها بتأييدها بالقوة القدسية. ഒരു ആയത്തിറങ്ങുമ്പോൾ കോടിക്കണക്കിന് പേജുകളാണ് അങ്ങോട്ട് ഇറങ്ങുന്നത്. അത് ഇറങ്ങാനും അത് സ്വീകരിക്കുവാനും അള്ളാഹുവിന്റെ റസൂലിനെ പാകപ്പെടുത്തി എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, ഫിൽ ആയത്തി മദ്ഹുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സബാതിഹി ലിമാ ലാ തസ്ബുതു ലഹുൽ ജിബാൽ.
പർവ്വതങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത് താങ്ങുന്ന കൽബാണ് അള്ളാന്റെ റസൂലിന്റെ കൽബ്. ആ കൽബിന്റെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത് ഒന്നുകിൽ പിൻവലിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പിൻവലിപ്പിക്കും എന്ന് ഞാൻ ഇവിടെ ഒപ്പപ്പെടുത്തുകയാണ്. നിങ്ങളെ തുറന്നു കാട്ടാൻ ഇനിയും എന്തൊക്കെയുണ്ട്. ഞങ്ങളിതൊക്കെ പറയണ്ട എന്ന് വിചാരിച്ചതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? ഇത് നന്നായിക്കൊള്ളട്ടെ എന്ന് കരുതി കാത്തു നിന്നപ്പോ 3 വർഷത്തിലധികമാണ്. ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. സമസ്ത അങ്ങനെ പെട്ടെന്നൊരു തീരുമാനവും എടുത്തിട്ടില്ല. 3 വർഷത്തിലധികം കാത്തുനിന്ന് 2021 തുടങ്ങിയ ചർച്ച എത്ര ഘട്ടങ്ങളിലായി കഴിഞ്ഞുപോയി, എന്തെല്ലാം ഇവിടെ സംഭവിച്ചു. 18/1/2021 ആദ്യമായി. അതിൻ്റെ മുന്നേ പല ചർച്ചകളും നടന്നിട്ട് അനൗദ്യോഗികമായും പല ചർച്ചകൾ നടന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സമസ്ത മുഷാവറ ഔദ്യോഗികമായി ഒരു കത്ത് അയക്കുന്നത്, നിങ്ങൾ ഇന്ന കാര്യത്തിൽ സമസ്തയുടെ തീരുമാനം അംഗീകരിക്കണം. അത് തള്ളി, അത് സ്വീകരിച്ചില്ല. 2/2/22 നിങ്ങൾ ഭരണഘടനയിൽ തിരുത്തുണ്ടാക്കി. സമസ്തയുടെ കീഴിലായിരിക്കുമെന്നതിന്, സമസ്തയെ അംഗീകരിച്ചു പോകുമെന്ന് പറഞ്ഞതിന് നിങ്ങൾ തിരുത്തി. അത് നിങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കമാൽ പാഷയെ നിങ്ങളുടെ ഉപദേഷ്ടാവാക്കിയത് പിൻവലിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമപരമായ ഉപദേഷ്ടാവാക്കാം എന്ന നിർദ്ദേശം അവർക്ക് നൽകി. അതും അംഗീകരിച്ചില്ല. അവസാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളൊക്കെ അംഗീകരിക്കാത്ത രൂപത്തിൽ ഇങ്ങനെ വെല്ലുവിളിച്ചു പോയപ്പോൾ നോക്കണം നിങ്ങൾ, 18/1/2021 തുടങ്ങിയത് 8/6/2022 8/6/2022 വളരെ സൂക്ഷ്മതയോടുകൂടെ ഒരു തീരുമാനമെടുത്തു. ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള തീരുമാനങ്ങളിൽ സമസ്തയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ തീരുമാനം പിൻവലിച്ച് സഹകരിക്കാത്ത പക്ഷം ഞങ്ങൾക്ക് സമസ്തക്ക് നിങ്ങളുമായുള്ള സഹകരണം തുടരാൻ സാധ്യമല്ല. അതുകൊണ്ട് അനുകൂലമായി നിങ്ങൾ സഹകരിക്കണം എന്ന് വീണ്ടും കത്ത് നൽകി. ബഹുമാനപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ പ്രസിഡന്റ് ആയതിനു ശേഷം 2/7/22 അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ബഹുമാനപ്പെട്ട സമസ്തക്ക് തന്നു. ഉടനെ CIC-യിൽ നിന്ന് ഔദ്യോഗികമായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതൊരിക്കലും സ്റ്റാറ്റസ് ആക്കരുത്, വിഷയം തീർന്നല്ലോ സമസ്തയായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അൽഹംദുലില്ലാ പറയരുത് എന്ന് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി എന്ന് മാത്രമല്ല, വളരെ കലുഷിതമാക്കിയ അന്തരീക്ഷം ബഹുമാനപ്പെട്ട സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും വളരെ വിമർശിച്ചുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ കേട്ടാൽ അറക്കുന്ന വിധത്തിലുള്ള, വെറുക്കുന്ന വിധത്തിലുള്ള എഴുത്തുകളായി മുന്നോട്ട് വന്നു. പേര് വെച്ച് എഴുതി. എന്തെല്ലാമാണ് എഴുതിയെന്ന് എന്നറിയോ? അധിക പ്രസംഗം നടത്തിയാൽ, പേര് വെച്ച് എഴുതിയതാണ് ഞാൻ പറയുന്നത്, അധിക പ്രസംഗം നടത്തിയാൽ സ്റ്റേജിൽ കയറി വെട്ടിക്കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് പേര് വെച്ച് എഴുതിയ ആള് ഇന്നും നിങ്ങളുടെ വലങ്കയ്യായുണ്ട്. അങ്ങനെ എന്തെല്ലാം എഴുതി. ഒരുപാട് ചർച്ചകൾ നടന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ക്രൂശിക്കപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി ഈ വിഷയം പരിഹരിക്കാനായി ഏതെങ്കിലും വിധത്തിൽ ഒരു നല്ല ഫോർമുല തയ്യാർ ചെയ്ത് ഇതൊരു നല്ല പര്യവസാനം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നു. അണക്കാട് പോകും, MT ഉസ്താദിന്റെ അടുത്ത് പോകും, പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഏകദേശം ഒരു ഫോർമുല തയ്യാറായി. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ ആദ്യഘട്ടം വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിലേക്ക് വന്നു. തിങ്കളാഴ്ച ഒരു ഫോർമുല തയ്യാറാവുകയും ആ ഫോർമുല അനുസരിച്ചുകൊണ്ട് വിഷയം അവസാനിപ്പിക്കാമെന്ന ധാരണയിലെത്തുകയും ഒരു തിങ്കളാഴ്ച പാണക്കാട് ഇരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടു മുമ്പ് ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ആണ്. വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുന്നു. അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അന്ന് അവിടെ വന്നു. അദ്ദേഹം അല്പസമയം പ്രസംഗിച്ച് ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹം തിരക്കുള്ള ആളാണല്ലോ. അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. ഹമീദ് ഫൈസി എന്നോട് പറഞ്ഞ സംഗതിയാണ്,
തങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന, അന്ന് വിദ്യാഭ്യാസ ബോർഡിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ഞാൻ ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ കൈയും പിടിച്ച് ഞാൻ ഇറങ്ങി. ബഹുമാനപ്പെട്ട തങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് പോയി, തങ്ങളെ, നമ്മൾ ആ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു ഫോർമുലയുണ്ടല്ലോ, ആ ഫോർമുല ഈ വിദ്യാഭ്യാസ ബോർഡിൽ ഒന്ന് വെച്ചൊന്ന് അംഗീകരിച്ചാൽ ഒന്നുകൂടെ ശക്തിയാവുമല്ലോ. അതുകൊണ്ട് തങ്ങൾ അതൊന്ന് പറയുകയാണെങ്കിൽ നമുക്കത് നന്നായിരിക്കും, ഒരു ശക്തി കിട്ടുമല്ലോ, വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോട് കൂടെ ആവുമല്ലോ എന്ന്. അപ്പം തങ്ങൾ പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, നിങ്ങൾ എം ടി ഉസ്താദിനോട് പറയും. ഞാൻ പോയി ഉടനെ എം ടി ഉസ്താദിനോട് പറഞ്ഞു. എം ടി ഉസ്താദ് തങ്ങളവിടെ എത്തി. ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നമ്മൾ ആ CAC-യുമായുള്ള വിഷയം ഏകദേശം ഒരു രൂപം ഞങ്ങൾ തയ്യാർ ചെയ്തിട്ടുണ്ട്, അവരും സമ്മതിച്ചിട്ടുണ്ട്, മറ്റന്നാൾ ഞങ്ങൾ പാണക്കാട് ഇരിക്കുന്നുണ്ട്, അതോടുകൂടി ആ വിഷയം അവസാനിക്കും, അതിനൊക്കെ നിങ്ങൾ അംഗീകാരം തരണം എന്ന് പറഞ്ഞു. എല്ലാവരും സന്തോഷത്തിൽ തക്ബീർ ചൊല്ലി അംഗീകരിച്ചു. പക്ഷെ ഞായറാഴ്ച മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഫൈസി ആ ഇരുത്തം നടക്കില്ല കേട്ടോ. അബ്ദുസമദ് പൂക്കോട്ടിനെ വിളിച്ചും പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ്. സമസ്തയുടെ ഭാഗത്ത് നിന്നല്ല ഉണ്ടായത്. പിന്നീട് അതിൻ്റെ തൊട്ടടുത്താണ് പറമ്പ്, തമിഴ്നാട്ടിൽ സമ്മേളനം നടക്കുക. അവിടെ വെച്ചാൽ പിന്നെ അവർ ഒരുമിച്ച് കൂടുന്നത്. അപ്പം ചോദിച്ചു, എന്തേ കാരണം? അതിപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ അത് അംഗീകരിക്കാതെ പിരിഞ്ഞാൽ മോശമല്ലേ? അപ്പം അംഗീകരിക്കില്ല എന്ന് അപ്പുറത്തുനിന്ന് കൃത്യമായി സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പിൻവലിച്ചു. എന്നിട്ട് കുറ്റം മുഴുവനും സമസ്തക്ക്. ഈ സമസ്ത എന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിച്ച മഹത്തായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഒരു പോറലേൽക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിന് സമസ്തയെ നിങ്ങളുടെ തോന്നിവാസത്തിന് വേണ്ടി സമസ്തയെ ചവിട്ടി മെതിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെയൊക്കെ ജീവൻ ബാക്കി നിൽക്കുമ്പോൾ സാധ്യമല്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ്, ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം. വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ, ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നപ്പോൾ തലയിൽ കയറുകയോ അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. നിങ്ങൾ എന്നിട്ടിപ്പോ ഞങ്ങൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വരുമോ? നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ഉമ്മത്ത്, കേരള മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ചുമന്നിട്ടുള്ള മഹാനാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം മരിച്ചു കിട്ടാൻ ദുആ ചെയ്ത മനുഷ്യരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് തെളിവ് വേണോ? ഞങ്ങൾ തരാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണമെന്ന് നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി മർക്കസിലെ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾക്ക് തെളിവ് വേണോ? നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക്. നേറ്റൊരാൾ, ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വളരെ സെക്യുലറായി ഒക്കെ സംസാരിക്കുന്നവരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ. 2010 ജൂലൈ 4 പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് മുസ്ലിയാർ സ്മാരക വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു. എന്തിന്റെ പേരിലായിരുന്നു? എന്തായിരുന്നു ആ ലഡു വിതരണത്തിന് പിന്നിൽ? ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു. എന്തിനായിരുന്നു ആ ലഡു? ഇനി ആ ലഡു കിട്ടാത്ത, അത് ഞാൻ പറയുമ്പോൾ ആ ലഡു കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന ഒരു കടലാസ് ഇറക്കിയോണ്ട് കാര്യമല്ല. ലഡു കിട്ടിയവരിവിടെ ഉണ്ട്. നാഫിം മുസിബത്തും എതിരായാൽ മുസിബത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക. അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ തരാം. പക്ഷേ കിട്ടിയ ഇവിടെ ഉണ്ട്. അന്ന് പൂക്കിപ്പറമ്പിൽ ഡേറ്റ് കൃത്യമായി എഴുതി വെച്ചോ. ഡേറ്റ് എനിക്കറിയാം, കൃത്യമായി എഴുതി വെച്ചോ. ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ ലഡു എന്നും അറിയാം. ആരാണെന്നറിയോ? 2010 ജൂലൈ 4 പൂക്കിപ്പറമ്പിലെ പ്രിൻസിപ്പാൾ, നിങ്ങളുടെ റിപ്പനുണ്ടല്ലോ, അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലങ്കയ്യല്ലേ, നിങ്ങളുടെ ഹക്കീം ഫൈസിയുടെ വലങ്കയ്യല്ലേ, നിങ്ങൾ എന്തിനാണ് ലഡു കൊടുത്തത്? ആ ലഡു കിട്ടാത്തവർ വന്ന് നോട്ടീസ് ഇറക്കണ്ട. ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് അധ്യാപനം നടത്തിയവരും നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിയ പല മാനേജ്മെന്റും നിങ്ങളുടെ കൂടെ നിന്ന് ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒരുപാട് നിങ്ങളുടെ ശിഷ്യന്മാരും കൃത്യമായ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിഷേധിക്കാൻ വന്നാൽ അപ്പോൾ ഞങ്ങൾ അതിന് പരിഹാരം നൽകാം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇയാളുടെ വലങ്കൈ റിപ്പണാണ് അത് ചെയ്തത്. നിങ്ങൾ ചരിത്രം ആ ഡേറ്റ് ഒന്ന് പരിശോധിച്ചാൽ എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ റിപ്പന്റെ സ്വഭാവം നിങ്ങൾക്കറിയോ? മഹാനായ ഞങ്ങളുടെ അഭിവന്യ ഗുരുവായ, ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ മുഴുവനും ഗുരുവായ മഹാനായ സയ്യിദ് ശൈഖുനാ ശൈഖു മശായിഖിനാ വമുർശിദുനാ വഉസ്താദുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദഹു തങ്ങളവറുകളെ ഹിമാർ എന്ന് പ്രയോഗിക്കുന്നവനാണ് റിപ്പൻ, ഹയവാൻ എന്ന് പ്രയോഗിക്കുന്നവനാണ് റിപ്പൻ. നിങ്ങളാണോ ക്വാളിറ്റി വിദ്യാഭ്യാസം നടത്തുന്നത്? ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചത് നിങ്ങളെ പേടിച്ചിട്ടല്ല, ഈ മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്നും അയാൾ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്നല്ല, മഹാനായ കുമരമ്പത്തൂർ ഉസ്താദിന്റെ പേര് പറഞ്ഞപ്പോ ലഅനത്ത് ചൊല്ലിയവനാണ് ഇവൻ. അവൻ ഇന്നും CIC-യുടെ വലം കൈയാണ്. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് സമസ്തയെ തൊടണ്ട, സമസ്തയെ തൊടണ്ട. സമസ്ത ഞങ്ങളുടെ ജീവനാണ്, സമസ്ത ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച പ്രസ്ഥാനമാണ്. ഞങ്ങൾക്ക് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ചു തന്നതാണ്. ആ ദീൻ സംരക്ഷിച്ച പ്രസ്ഥാനത്തിന് ഒരു പോറലേൽക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തെല്ലാം വേണം? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞ ആ കുട്ടികളോട് പറയും, ആ പാണക്കാട് തങ്ങളാണ്ട് മരിച്ചിട്ടാന്ന് ഇറക്കിയെന്ന്. ഇയാളിപ്പോ നമ്മക്ക് വന്നിട്ട് പാണക്കാട് ശ്രീയാൻ പഠിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ വിരോധാഭാസം. ഇന്ന് വളാഞ്ചേരി മർക്കസിന്റെ സെക്രട്ടറിയായി നിൽക്കുന്ന ആസാദിന്റെ പിതാവ് കുഞ്ഞുട്ടി സാഹിബുമായി ഉള്ള ചില പ്രശ്നങ്ങളാണ് കാരണം. കുഞ്ഞുട്ടി സാഹിബിന് തങ്ങൾ പിന്തുണ കൊടുക്കും പല വിഷയത്തിലും, അയാൾക്ക് സത്യം ഉണ്ടാവുമ്പോൾ ഇയാൾക്കത് സഹിക്കില്ല. ഒരു അല്പം നിങ്ങളുടെ ഈ കാപട്യം, നിങ്ങളുടെ ഈ അഭിനയമൊക്കെ നിർത്ത്, മതി. ഇത് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ നേതാവ് ചില വിഷയങ്ങൾ നിങ്ങൾ ഒരാധാരവുമായി നടത്തിയ ചില തിരുമറികളെ സംബന്ധിച്ച് ആ നാട്ടുകാര് ബഹുമാനപ്പെട്ട ഒരു നേതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളെ വിസ്തരിച്ചപ്പോ നിങ്ങളൊരു ബോധക്ഷയം അഭിനയിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് മരിച്ചും അഭിനയിക്കാൻ കഴിയും. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ അഭിനയത്തിനാണ് നല്ലത്. ദീൻ പറയാൻ നിങ്ങളെ പറ്റുകയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. സമസ്ത ഒരു തീരുമാനം എടുത്തപ്പോ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ ആലോചിച്ചുകൊണ്ട് കൃത്യമായി തീരുമാനമെടുത്തപ്പോൾ അതിനെ ഒന്നനുസരിച്ചാൽ മതിയായിരുന്നല്ലോ, ഒന്നനുസരിച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാൽ ഈ വിഷയമൊന്നും പുറത്തു വരില്ലല്ലോ. പിന്നെ ഒന്ന് സൂക്ഷിക്കുക, അവിടുന്ന് അങ്ങോട്ട് സൂക്ഷിക്കുക, സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ ഇതൊന്നും പുറത്തു വരില്ല. ഞങ്ങൾക്കിത് പുറത്തു കൊണ്ടുവരില്ല ഉദ്ദേശമല്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഭിന്നിപ്പിക്കാൻ, തകർക്കാൻ ആവുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനം വന്നിട്ട് അതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് സെല്ലാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കൊടി പിടിച്ചവരല്ല. ഒരിക്കലെങ്കിലും പിടിച്ചത് നിങ്ങളാണെന്ന് ഓർക്കുന്നത് നല്ലത്. മന്ത് അവിടെയാണ്, ഇവിടെയല്ല എന്ന് ഓർക്കുക. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് ഷിഫ എന്ന് പറയുന്ന അവരുടെ കിതാബ്, ആ കിതാബിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ ഇകഴ്ത്തി പറയുന്ന വിഷയങ്ങൾ വിശദമായി സംസാരിക്കുന്നുണ്ട്. വിശദമായി സംസാരിച്ചിട്ട് അതിന് 5-6 രൂപം പറയുന്നുണ്ട്. ഒരു രൂപം തനിച്ച് റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്ന പ്രയോഗം, അത് രിദ്ദത്തിന്റെ പ്രയോഗമാണ്. രണ്ടാമത്തത് വേറൊരു ഘട്ടം, മൂന്നാമത്തത് വേറൊരു ഘട്ടം. അങ്ങനെ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അതിലെ 3-ലും 4-ലൊക്കെ ഇയാളുടെ വാക്കിനെ പെടുത്താം. 5-മത്തതായി പറയുന്നു, അയാൾ കരഞ്ഞിട്ടില്ലേ? കരഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര പറഞ്ഞു നിർത്തുന്നത്. അതാണ്, അത് ഞാൻ പറയല്ല. ഇത്തരത്തിലുള്ള പ്രയോഗം കൊണ്ട് റസൂലുള്ളാഹിനെ തരം താഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ ചീത്ത പറയാനും ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ അതിൽ ഉഷാറാണ്. എന്ത് കുട്ടികളെ മറ്റെങ്ങനെ മുച്ചമക്കറ്റാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അങ്ങനെയൊക്കെ 5-മത്തെ വജ്ഹ്. അതിൻ്റെ മുമ്പ് 4 അപകടകരമുണ്ട്. അതിൽ 1-മത്തതിന് ഖത്ലാണ്. അതൊക്കെ പറഞ്ഞതിന് ശേഷം 5-മത്തെ വജ്ഹ് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് തങ്ങൾ പറയുന്നു,
അൽ അദബു വസ്സിജ്നു, അയാളെ റിദ്ദത്തിന്റെ ഹുക്മ കൊണ്ടുള്ള ഹുക്മൊന്നും അയാൾക്ക് ബാധകമാവില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് അദബ് പഠിപ്പിക്കണം, അതിന് വലിയുൽ അംർ അയാളെ ജയിലിലടക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ, ഇതായത് ശിഫയാണ്, ശിഫയിൽ കൃത്യമായി പറയുകയാണ്. ബിഹസബി സുൻഅതി മഖാലതിഹി വമുഖ്തളാ ഖുത്ബി ഹിമാനത ഖബി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് പിന്നീട് പറയുന്നുണ്ട്, വഹാദാ മിൻഹുമാ യജിബു വമിൻഹുമാ യുസ്തഹബു, പിന്നീട് നമ്മൾ ഇത് പറയണോ എന്നുള്ള വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് പറയാൻ, ഫഇൻ കാനൽ ഖായിലു, ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പറഞ്ഞ ആള്, അൽ ഖായിലു ലിദാലിക മിമ്മൻ തസദ്ദാ ലി അൻ യൂഖദ അൻഹുൽ ഇൽമു, ഇൽമു പഠിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ആളാണെങ്കിൽ, ഔ റിവായത്തുൽ ഹദീസി, റിവായത്തുൽ ഹദീസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഔ യുഖ്തഉ ബിഹുക്മിഹി, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള ആളാണെങ്കിൽ, അവരുടെ ഹുക്മ കൊണ്ട് അവിടെ വിധി നടപ്പിലാക്കുന്ന ആളാണെങ്കിൽ, വജബ അലാ സാമിഇഹി, അത് കേട്ട ആളുടെ മേൽ നിർബന്ധമാണ്, അൽ ഇശാദതു ബിമാ സമിഅ മിൻഹു, അയാൾ പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട്, വത്തംഫീറു ലിന്നാസി മിൻഹു, അയാൾ അടുത്ത് പോകരുത് എന്ന് സമൂഹത്തെ ഉദ്ബോധിപ്പിക്കൽ ഉമ്മത്തിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വവജബ അലാ മൻ ബലഗഹു ദാലിക മിൻ അഇമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങൾ ഈ വിഷയം അറിഞ്ഞാൽ അവരുടെ മേൽ നിർബന്ധമാണ്, ബയാനു കുഫ്രിഹി, കുഫറാണെങ്കിൽ കുഫർ, അല്ലെങ്കിൽ സൂഉൽ അദബാണെങ്കിൽ സൂഉൽ അദബ്, എന്താണെങ്കിൽ അത് ബോധ്യപ്പെടുത്തുകയും, വവജബ അലാ മൻ ബലഗഹു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ലിഖത്ഇ ളറരിഹി അനിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ തൊട്ട് ഈ ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി മുർസലീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ കടമ നിർവഹിക്കാൻ വേണ്ടിയും ഈ വക വൃത്തികെട്ട വർത്താനങ്ങളെ തൊട്ട് ജനങ്ങളെ മുന്നറിയിപ്പ് നടത്തൽ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അള്ളാഹിന്റെ റസൂലിന്റെ ഹക്കല്ലേ എല്ലാ ഹക്കിനേക്കാളും വലുത് എന്ന്. എന്നിട്ട് എന്താ പറയുന്നത് അദ്ദേഹം, വകദാലിക ഇൻ കാന മിമ്മൻ യഅദുൽ അമ്മ, പൊതുജനങ്ങളെ ഉപദേശിക്കുന്ന ആളാണെങ്കിൽ, ഔ യുഅദ്ദിബു സിബിയാൻ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളാണെങ്കിൽ, ഫഇന്ന മിൻ ഹാദിഹി സരീറത്തു, ഈ ജാതി ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളുകൾ, ലാ യുഅ്മനു അലാ ഇൽഖാഇ ദാലിക ഫീ ഖുലൂബിഹിം, അത്തരത്തിലുള്ള അപകടപരമായ ചിന്തകൾ ഈ വിദ്യാർത്ഥികളിലേക്കും പകരുന്നത് വിശ്വസിക്കാൻ കഴിയില്ല, ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല, ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അത് തടയൽ നിർബന്ധം. ഇതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതും ഞങ്ങൾ ഇതൊന്നും പറയാതെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊന്നല്ല, ഒരുപാടുണ്ട്. അതിൽ നിന്ന് പുറത്തു വന്നതേ ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നൽകാം. എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായി കൂടുതൽ സമൂഹ മധ്യത്തിൽ വഷളാവാതിരിക്കലാണ് നല്ലത്. ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മേൽ ബലാഗ് എത്തിച്ചു തരലാണ് നമ്മുടെ ബാധ്യത. സ്വീകരിക്കലും വിലയിരുത്തലും വിശകലനം ചെയ്യലൊക്കെ നിങ്ങളുടെ കടമ. ഇതിന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പറ്റി കുറേ ബുഹ്താൻ യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന എന്ന് പറഞ്ഞ പോലെ കെട്ടിയുണ്ടാക്കിയത് കൊണ്ട് ഞാനിത് നിർത്തുന്നത് നിങ്ങളാരും വിചാരിക്കണ്ട. അത് വേറെ, ഇത് അള്ളാഹിന്റെ റസൂലിനെ തൊട്ടുള്ള ദിഫാ ആണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയുള്ള ദിഫാ ആണ്. അതിനു വേണ്ടി ഇഞ്ചിഞ്ചായി മരിക്കാനും തയ്യാറുള്ളവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുദമ്മമൻ അബൈന വദീനഹു ഖലൈന വഅംറഹു അസൈന എന്നവരെ പറഞ്ഞു. ഷായിറും മജ്നൂൻ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ മുഹമ്മദ് എന്ന് പറയുന്ന ആദരണീയമായ പേര് മാറ്റിക്കൊണ്ട് മുദമ്മം, നീചൻ, നികൃഷ്ടൻ എന്ന് റസൂലിന്റെ മുഖത്ത് നോക്കി ശത്രുക്കൾ വിളിച്ചു. അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? സഹാബത്തിന് വല്ലാത്ത വിഷമായി ഇത് കേട്ടപ്പോ.
റസൂലുള്ളാഹിനെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയാണ്, തെറി വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അലാ തറൗന കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വലഅന. നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ ഈ ഖുറൈശികളുടെ ആക്ഷേപവും അവരുടെ ശാപവും അല്ലാഹു എത്ര തന്ത്രപരമായാണ് എന്നെ തൊട്ട് തിരിച്ചു കളയുന്നത്. ഇന്നഹും യൽഅനൂന മുദമ്മമൻ അന മുഹമ്മദുൻ ലസ്തു ബിമുദമ്മമിൻ. അവർ മുദമ്മമിനെയല്ലേ ആക്ഷേപിക്കുന്നത്, ഞാൻ മുദമ്മമല്ലല്ലോ, ഞാൻ മുഹമ്മദല്ലേ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് ഞങ്ങൾ. ആ നബിയുടെ പാരമ്പര്യമാണ് ഞങ്ങളുടെ മന്ദിരായ സയ്യിദ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, എന്നെപ്പറ്റി പറയുന്നതിനൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. മുഷാവറയിൽ പറഞ്ഞു, എന്നെപ്പറ്റി എന്തോ പറഞ്ഞു കൊള്ളട്ടെ, അതല്ല ഇവിടെ വിഷയം. ദീൻ ഇവിടെ നിലനിൽക്കണം, അത്രേ നമുക്ക് വിഷയമുള്ളൂ. എന്നെ സംബന്ധിച്ച് ആരോ എന്തോ പറയട്ടെ, അതെനിക്ക് പ്രശ്നമല്ലെന്ന് മഹാനായ സയ്യിദ് തങ്ങൾ ഉസ്താദ് അവർകളും ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. റിപ്പണെ പോലെയുള്ള നിങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം സമസ്തയുടെ നിയന്ത്രണത്തിലല്ലാതെ, അതിൻ്റെ നിർദ്ദേശങ്ങളെ, അതിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ അത് സമസ്തയുടേതാകാൻ പറ്റില്ല, സമസ്തക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം സമസ്ത അംഗീകരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് ഒരുപാട് ഉസ്താദുമാർ അവരെ മക്കളെ അവിടെ ചേർത്തത്. ഇന്ന് ആ പല മക്കളും ആ ഉസ്താദുമാർക്കെതിരിൽ വാളെടുക്കുന്നവരാണ്. അത് ഇനി പറ്റുന്ന വിഷയം, അംഗീകരിച്ചു തരുന്ന വിഷയമില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പല ആളുകളും രംഗത്തിറങ്ങി. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ആബിദ് ഹുസൈൻ തങ്ങളും അടക്കമുള്ള ആളുകൾ പല ആളുകളുടെയും മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. പല ചർച്ചകളും നടന്നു, ഒരുപാട് നടന്നു. ആ ഒരുപാട് നടന്നതിന് ശേഷം ഒരിക്കൽ കൊണ്ടോട്ടിയിലിരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കൊണ്ടോട്ടിയിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട നേതാക്കൾ സയ്യിദ് ജിഫ്രി തങ്ങളുണ്ട്, എം ടി ഉസ്താദുണ്ട്, അലിക്കുട്ടി ഉസ്താദുണ്ട്, കൊയ്യോട് ഉസ്താദുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അങ്ങനെയുള്ള അവിടെ വെച്ച് സമസ്തയുടെ ആവശ്യങ്ങളും മറ്റുമൊക്കെ വിശദമായി മനസ്സിലാക്കി കൊടുത്തു. 9 കാര്യങ്ങൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി സയ്യിദ് ജിഫ്രി തങ്ങളും സാദിഖ് അലി ഉസ്താദും അതിൻ്റെ ഒരു മിനുട്സ് എന്ന രൂപത്തിൽ അതിൽ ഒപ്പിട്ടു. അതിലൊന്നാമതായി CIC വഫിയ ആ സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമനുസരിച്ച്, തീരുമാനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ചേ മുന്നോട്ട് പോകൂ. 1. അങ്ങനെ 9 കാര്യങ്ങൾ. അതിൻ്റെ അവസാനത്തിൽ പറയുന്നു, ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ അന്തിമ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ മുഷാവറക്കായിരിക്കും. ഇങ്ങനെ 9 കാര്യങ്ങൾ എഴുതി തയ്യാർ ചെയ്തു. ഇത് മധ്യസ്ഥന്മാർ അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും ഇരുന്ന്, തങ്ങളും ജിഫ്രി തങ്ങളും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇരുന്ന് ഇത് നമുക്ക് അവരോട് നേരിട്ട് പറയാം. ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ സമസ്ത ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അവർ അംഗീകരിച്ചാൽ നമുക്ക് നന്നായി മുന്നോട്ട് പോവാം. അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങൾ അതിൽ നിന്ന് രാജിവെച്ചോളും എന്ന് ആ യോഗത്തിൽ പറയുകയും ചെയ്തു. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഡേറ്റ് നിശ്ചയിച്ചു. അവരെ വിളിക്കാം, അവർ വിളിക്കും, മധ്യസ്ഥന്മാരെ അവരെ വിളിക്കും. എന്നിട്ട് ഒരുപക്ഷെ ഈ ഹോട്ടലിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പറയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞങ്ങളും സമസ്തയൊക്കെ ഈ വിഷയത്തിൽ ഒന്നാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുമില്ല. അതുകൊണ്ട് അത് നിങ്ങൾ അംഗീകരിച്ച് പോകുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. പിരിഞ്ഞു. പക്ഷേ 2, 3, 4 ദിവസം കഴിഞ്ഞു. ആ ഇരുത്തം നടന്നില്ല, അത് നടക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളല്ല സഹോദരന്മാരെ, സമസ്തയല്ല ഉത്തരവാദി. ഇങ്ങനെ ആവുന്നിടത്തോളൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനം പിന്നെ സാദിഖ് അലി തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരവസാനം സമസ്തക്കൊരു ലെറ്റർ തന്നു. ഈ ലെറ്റർ സമസ്തയെ സമസ്തയെ പരിഹസിക്കുന്നതിന് സമാനമായിരുന്നു. കള്ള ലെറ്റർ പേഡിൽ, അഥവാ അവരുടെ ആദ്യത്തെ ലെറ്റർ പേഡിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എന്ന് പോലും എഴുതാൻ തുടങ്ങി. അതിലെന്താ ഉള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സമസ്തയെ
ഒരാദർശ പ്രസ്ഥാനമായി അംഗീകരിക്കുക എന്നല്ലാതെ സംഘടനാപരമായി ബന്ധമില്ലെന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്ത അതേ ആശയം പരിഹസിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുക എന്നല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഉപദേശങ്ങൾ, ഏതാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത്? ആരെയാണ് ഇതൊന്നും ഉസ്താദന്മാർക്ക് മനസ്സിലാവില്ല എന്നാണ് വിചാരിച്ചത്? അങ്ങനെ പരിഹസിച്ചു നിങ്ങൾ. എന്നിട്ടും സമസ്ത ഭൂമിയോളം ക്ഷമിച്ചു. ആ ഒരൊറ്റ കത്ത് മതി. ഇവരുമായി ഡീലിങ്ങിന് പറ്റിയവരല്ല, ഇവർ മാന്യന്മാരല്ല, ഇവരുമായി ഇനി ഒരു ചർച്ചയുമില്ല എന്ന് പറയാൻ ആ ഒരൊറ്റ കത്ത് മതി. പക്ഷേ മഹാന്മാരായ സാദിഖ് അലി ശിഹാബ് തങ്ങളാണല്ലോ അതിൻ്റെ മുന്നിലുള്ളത്. അവരെ ബഹുമാനിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു, ഈ സംവിധാനം തകരരുത് എന്ന് കണ്ട് വീണ്ടും പറഞ്ഞു, നമുക്ക് തങ്ങളോട് പറയാം, തങ്ങൾ രണ്ടാമത് ശരിയാക്കി കൊടുന്നേരുമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട എന്നിട്ട് പറഞ്ഞു, സമസ്തക്ക് എന്താണോ ആവശ്യം അത് അതേപടി ഇങ്ങോട്ട് എഴുതി തന്നാൽ അതിലൊപ്പിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. മധ്യസ്ഥന്മാര് നമ്മൾ എഴുതി കൊടുത്തു, ഇതേപോലെ ഈ പറഞ്ഞ പോലെ എഴുതി കൊടുത്തു. തിരിച്ച് കത്ത് തന്നത് ഒന്നാമത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആണ് CAC മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 9 കാര്യങ്ങൾ അവര് സെനറ്റ് കൂടി സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും സ്വീകരിക്കാം എന്നങ്ങോട്ട് പാസ്സാക്കിയ പോലെ ഒരു എഴുത്തുണ്ടാക്കി. എന്നിട്ട് ഈ മധ്യസ്ഥന്മാർക്ക് അത് മാത്രം അയച്ചു കൊടുത്തു. ഇതിൽ നിന്ന് മധ്യസ്ഥന്മാരൊക്കെ സന്തോഷിച്ചു. പക്ഷേ സമസ്തക്ക് ലെറ്റർ വന്നപ്പോൾ നേരെ തിരിച്ച് ആദ്യം ഇതെഴുതി, എന്നിട്ട് പിന്നെ കളിയാക്കിക്കൊണ്ട് തീരുമാനം 1 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സ്വീകരിച്ച് CAC മുന്നോട്ട് പോവുകയുള്ളൂ, സമസ്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന്. എന്നിട്ടും ഒരു സംഘടന താന്നു കൊടുക്കുന്നതിനൊരു പരിധിയില്ലേ? ഈ സമസ്തക്ക് ഈ ഉമ്മത്തിന്റെ ഭാവി ആലോചിക്കേണ്ടതുണ്ട്. പരമാവധി ഒരു ഭിന്നിപ്പ് ഒഴിവാക്കേണ്ടതുണ്ട്. ഇവിടെ ഇത് സമസ്തയെ കണ്ട് പഠിപ്പിച്ച ഒരുപാട് നല്ല കുട്ടികളുണ്ട്. അവരുടെ ഭാവിയും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും സഹിച്ചു, വീണ്ടും ക്ഷമിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഇത് വെറും പരിഹാസ്യമാണ്. ഈ 9-ൽ 6 മറുപടി ബാക്കിയുള്ളത് ഇല്ലതാനും. ഇത് തീരുമാനം ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് മുഴുവനും അവരുടെ ഇഷ്ടത്തിന് മാറ്റിമറിച്ചിരിക്കുകയാണ് എന്ന് തങ്ങളെ അറിയിച്ചു. അവർക്കൊക്കെ ദേഷ്യം വന്നു. വീണ്ടും നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവസാനം അയാളെ വീണ്ടും സെക്രട്ടറിയായി പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടെ എനിക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൂർണ്ണമായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളൂ. അല്ലാതെ ഇടപെട്ടിട്ടില്ല, ഒരിക്കലും ഇടപെടുകയുമില്ല. എന്നാൽ 2 ഭാഗം നോക്കേണ്ടതുണ്ട്. ഈ ഒരു സംവിധാനം അത് നിലനിൽക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ തന്നെ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഗുണകരമായി നിലനിൽക്കണമല്ലോ എന്നുള്ളതും നോക്കേണ്ടതുണ്ട്. ഇത് 2ഉം നോക്കിക്കൊണ്ട് മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. പരമാവധി ഈ 2 ജാനിബും പരിഗണിച്ചുകൊണ്ട് പരമാവധി ഇറങ്ങി ക്ഷമിച്ചും സഹിച്ചും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതുവരെ എത്തി. പക്ഷേ ഇപ്പോൾ അവസാനം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, അതിൻ്റെ നേതാക്കളെയും അതിന് നേതൃത്വം നൽകുന്നവരുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കുൽസിത ശ്രമം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അതിൻ്റെ പ്രവർത്തനം ഏകദേശം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ കളത്തിലിറങ്ങി കളിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഇനി കാത്തിരിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുറന്ന് പറയാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും അപ്പുറത്തുള്ള ആളുകളോടും ഈ സംവിധാനം നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലായി അവരുടെ ആശീർവാദത്തോടുകൂടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കൃത്യമായി അംഗീകരിക്കുകയും ഇതുവരെ വന്ന അപാകതകൾ അത് അപാകതകളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്നത് ചെയ്യുകയും ചെയ്താൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഉമ്മത്തിൻ്റെ ആ പാരമ്പര്യ ദീനിനെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും എനിക്ക് പറയാനുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് ഞാനിവിടെ അർദ്ധവിരാമമിടുകയാണ്. ഞാനിപ്പോൾ അർദ്ധവിരാമമിടുകയാണ്. ആവശ്യം വരാതിരിക്കട്ടെ കൂടുതൽ പറയാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ്. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ തമ്പുരാനെ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളും അതുപോലെയുള്ള ഞങ്ങളുടെ മശായിഖന്മാര് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ പാരമ്പര്യ ദീൻ അത് നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ, നീ സഹായിക്കണേ തമ്പുരാനെ, നീ സഹായിക്കണേ തമ്പുരാനെ. അതിൻ്റെ പേരിൽ ഒരു ഛിദ്രതയുമില്ലാതെ ഐക്യത്തോടുകൂടെ പൂർവികർ കാണിച്ചു തന്ന ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ആശയത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാൻ റബ്ബേ നീ ഞങ്ങളെ തുണക്കണേ തമ്പുരാനെ. സമസ്തയെ നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ, സമസ്തയെ നീ അന്തസ്സിലാക്കണേ തമ്പുരാനെ. അതിനെ തെറ്റിദ്ധരിച്ചവർക്ക് നല്ല ബുദ്ധി നൽകണേ തമ്പുരാനെ. അല്ല, അതിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ നീ തന്നെ കൈകാര്യം ചെയ്യണേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.